ഇപ്പൊ നമുക്കിപ്പോ ഇപ്പൊ നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ കളിക്കുമ്പോൾ നമുക്ക് കളിക്കാൻ സ്ഥലമുണ്ട്. ഇതിപ്പോ നമുക്കൊരു കുട്ടികളാകുമ്പോ അവർക്ക് പുറത്ത് കളിക്കാൻ സ്ഥലമില്ല. അതുപോലെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ പാർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഓക്കെ. ഇപ്പൊ നമ്മൾ ജീവിച്ചൊരു ലിവിങ് സിറ്റുവേഷൻ ആയിരിക്കില്ല ഇപ്പൊ നമ്മുടെ കുട്ടികൾ താമസിക്കുമ്പോൾ ഉണ്ടാവുക. അതായത് അവർക്ക് ഫ്രണ്ട്സ് എപ്പോഴും ഈ ഒരു റൂമിന്റെ ഉള്ളിൽ അടച്ചുപൂട്ടുള്ള ജീവിതമല്ല, കുറച്ചും കൂടി പുറത്തിറങ്ങി അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഇത് ലിവിങ് ഏരിയ ചുറ്റുണ്ടെങ്കിൽ ഓക്കെ. നിങ്ങൾ ഇപ്പം ഒരു വീട് എടുക്കാൻ പോവാണെങ്കിൽ അത് അപ്പാർട്ട്മെന്റ് ആണോ വീടാണോ സെലക്ട് ചെയ്യുക? ഏതിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക? അപ്പാർട്ട്മെന്റ് ഫാമിലി ആണെങ്കിൽ അപ്പാർട്ട്മെന്റ് എടുക്കുക. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അപ്പാർട്ട്മെന്റ് എന്ന് പറയാൻ കാരണം? ഇപ്പൊ ഒരാൾ വർക്ക് ചെയ്യുന്നതാണ്, വീട്ടില് ഇപ്പൊ ഭാര്യ മാത്രമാണ് ഉള്ളെങ്കിൽ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ വേറെ ഫാമിലീസും ഉണ്ടാവും അടുത്ത്. അപ്പൊ ഒരു കുറച്ചുകൂടെ സേഫ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻഡിവിജ്വൽ ഹൗസ് ആകുമ്പോൾ കുറച്ച് സേഫ്റ്റി കൺസേൺ ഉണ്ടാകാൻ ചാൻസ്. ഓക്കെ, ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ ഒരു അപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എല്ലാ ഫെസിലിറ്റീസിലും ഒരു നല്ലൊരു അപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ഫെസിലിറ്റി വേണമെന്നായിരിക്കും നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക? എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക? ഒരു വീട് എങ്ങനെയാണോ അതിന്റെ ചുറ്റും കുറച്ച് ചെടികളായിട്ട് ഉണ്ടാക്കുക, നമുക്ക് പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ശരിക്കും ഒരു വീട് ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു വീടിന്റെ പോലത്തെ ഒരു തനിമ തന്നെ അവിടെ കിട്ടണം എന്നായിരിക്കും. നടക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ പൂൾ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ജിമ്മും അതൊക്കെ പ്രിഫർ ചെയ്യും. പിന്നെ പാർക്കിംഗ് സ്പേസ് അതായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാവില്ലേ? എല്ലാ അമ്യൂണിറ്റീസോടും കൂടെ മലപ്പുറത്ത് ഹോംസ്റ്റേ റിവറൈൻ കൈമാറാൻ ഒരുങ്ങുന്നു. ഇനി വളരെ കുറച്ച് യൂണിറ്റ്സ് മാത്രം. ബുക്ക് യുവേഴ്സ് നൗ.